എനിക്കൊന്നും കേൾക്കണ്ട. ആരെങ്കിലും വന്നതുകൊണ്ടോ പോയതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും ബാക്കിയില്ല. പിന്നെന്തിനാ ജീവിതം നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇവിടുന്ന് ഇറങ്ങിയ ഇനി ഞാൻ അത് തന്നെ ചെയ്യും, ആത്മഹത്യ. അയ്യോ സോഫി, അങ്ങനൊന്നും പറയല്ലേ. കർത്താവ് പറക്കത്തില്ല. സോഫിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഈ ജോയിക്കുട്ടി ജീവിച്ചിരിക്കത്തില്ല. വേണ്ട, എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട. വേണം. സോഫി എല്ലാവർക്കും വേണം. സോഫി എല്ലാരെയും വെറുക്കുന്നുണ്ടാ ഈ പ്രശ്നം. സോഫിയുടെ എല്ലാവർക്കും സ്നേഹ. പോ ഇവിടുന്ന്, പോ. അഭിനയിക്കുന്ന സ്നേഹവും സഹതാപവും ഒന്നും എനിക്ക് കാണണ്ട. ഒരു മുഖം എനിക്കിനി കാണണ്ട. പോ. എന്താ? അത് സോഫി എന്തോ. എനിക്കിവിടെ ബൈസ്റ്റാൻഡർ വേണ്ട, ആരും വേണ്ട ഇവിടെ. സർ, ഒന്ന് പുറത്തേക്ക് വരൂ. ഞാൻ പറഞ്ഞത് നേര് തന്നെയാടാ. പകൽവെട്ടം പോലെ നേര്. ഈ കൊച്ച് നിന്റേതല്ല, നിന്റേതല്ല, നിന്റേതല്ല. എടി എന്നാമോ, എടി എന്നാമോ, ഒന്ന് എണീറ്റടി, എഴുന്നേൽക്കാൻ. എന്നതാ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? എടി എന്നാമോ, ടെറസയിൽ ഒരു ശബ്ദം കേട്ടോ? എപ്പോ? ഞാനങ്ങും കേട്ടില്ല. ദേ കേട്ടോ, ആരോ പതുങ്ങി പതുങ്ങി നടക്കുന്നില്ലയോ? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. കിടന്നുറങ്ങാൻ നോക്കൂ മനുഷ്യ. എടി അല്ല, ഒരു കള്ളം മേലെ നിന്ന് ചാടി വീണിട്ടുണ്ട്. ഞാൻ അവനെ കൊന്നേച്ചിപ്പ വരാം. എന്റെ ഇച്ചായ, ആകാശത്തുനിന്ന് ഏതെങ്കിലും കള്ളൻ ടെറസെ ചാടൂ? ഇച്ചായന് പേടിയുണ്ടെങ്കിൽ കുരിശു വരച്ച് കിടന്നുറങ്ങാൻ നോക്കും. അല്ലേ, പാതിരാത്രിയില വിമാനത്തിൽ നിന്ന് കള്ളൻ ടെറസയിലോട്ട് ചാടുന്നേ. നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാ അവൻ രാത്രി തന്നെ വന്നേ. ഈ വീടും പറമ്പും ഒക്കെ അവൻ എടുത്തോണ്ട് പോയാലോ? എന്നേച്ചും ആക്രിക്കടയിൽ വിൽക്കും. കൂട്ടത്തിൽ നമ്മളും വിട്ടുപോകും. സമ്മതിക്കത്തില്ല ഞാൻ. അവനെ കൊന്നിച്ചിപ്പോ വരാം. മാറിക്കടി. ദേ, രാത്രി പുറത്തേക്ക് എങ്ങും ഇറങ്ങിയേക്കരുത്. എനിക്ക് വയ്യ ഇനി പുറകെ ഓടാൻ. നീ ഓടണ്ട. സ്വത്തും പണവും എന്റേതല്ലയോ? ആരേലും കൊണ്ടുപോയാ നഷ്ടം നിനക്കാണോ? അല്ലല്ലോ. എങ്ങനാ ഇപ്പൊ കൊല്ലുന്നേ? എലിക്കണ എന്തിയടി? അതിനകത്തോട്ട് കയറ്റി ഇച്ചിരി എലിവിഷം വെച്ചു കൊടുത്താ അവൻ ചത്തോളും. അത് കാണാനില്ലല്ലോ. ആരാടി അത് എടുത്തു മാറ്റിയേ? എന്റെ പൊന്നിച്ചായ, അത് കള്ളനും പോലീസും ഒന്നും അല്ല. അത് നീയാന്നോടി തീരുമാനിക്കുന്നേ? ദേ, എനിക്കറിയാം അത് കള്ളനാ. കള്ളൻ തന്നെ. ഒന്ന് കൊക്കയിലോട്ട് എറിയും ഞാൻ. എന്റെ കർത്താവേ, ഞാൻ ഇനി ഈ മനുഷ്യനെ എന്നാ ചെയ്യും? തലയ്ക്ക് ഓളം കേറിയതാണല്ലോ. എന്റെ വ്യാകുല മാതാവേ, കാത്തുകൊള്ളണേ. നീ കിടന്ന് സ്വോത്രം ചൊല്ലണ്ട. എന്റെ മകൻ ബോബനും ആ സെലീന പോലീസും ചേർന്ന് ആളെ വിട്ടേക്കുവാ നമ്മളെ കൊന്ന് പ്രമാണം കൊണ്ടുപോവാൻ. എന്റെ പൊന്നിച്ചായ, ആ പ്രമാണം ഒരു കൊലക്കുരുക്ക. നമുക്കത് വേണ്ട. കർത്താവിന്റെ പ്രമാണം മതി നമുക്ക്. ആ കടലാസുകളെ എന്റെ ഇച്ചായം കത്തിച്ചു കളഞ്ഞേക്ക്. എനിക്ക് ഈ വെപ്രാളവും വേദനയും കാണാൻ വയ്യ. എനിക്ക് എന്റെ ഇച്ചായനെ പഴയ പോലെ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. വേണ്ടടി എന്നാമോ, നീ ചത്താ പിന്നെ എനിക്ക് ആരാടി ഉള്ളത്? എനിക്ക് നിന്നെ വേണം. ചത്താലും നമ്മൾ പിരിയുകയില്ല. എന്നാ എന്റെ പൊന്നിച്ചായൻ ആ പ്രമാണം കത്തിച്ചു കള. ഇല്ല, എനിക്ക് അവകാശപ്പെട്ടൊന്നും ഞാൻ കളയത്തില്ല. എനിക്ക് പണം വേണം, സ്വത്തുക്കൾ വേണം. ആരാ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് എനിക്ക് കാണണം. ഒന്നിനെയും വച്ചേക്കത്തില്ല ഞാൻ.
വന്നാട്ടെ, കേറി വന്നാട്ടെ. നമ്മുടെ സ്വന്തം വീടാ, ഒരു പേടിയും വേണ്ട. എന്നിട്ട് താനെന്താ ഭയപ്പാടോടെ നടക്കുന്നേ? ഫിലിപ്പോസ് മുതലാളി അഴിച്ചു വിട്ടിരിക്കുകയാണോ ഇവിടെ? ഏയ്, അഴിച്ചു വിട്ടിട്ടൊന്നുമില്ല. തനിയെ അഴിഞ്ഞങ്ങ് നടക്കുക. ആ. അങ്ങനെ കെട്ടിയിടാൻ പറ്റിയ ആളൊന്നും അല്ല. വൈദ്യരി ഇരുന്നാട്ടെ. ഓ. അപ്പൊ കൂടിയ എനമാ തലയില്. ഭയപ്പെടണ്ട, എനിക്കും അതാ ഇഷ്ടം. കൂടിയ ഇനത്തെ ചികിത്സിച്ച എന്റെയും പാരമ്പര്യം. അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ പാരമ്പര്യമായി കിട്ടിയ സിദ്ധി ഈ കിട്ടുണ്ണി വൈദ്യരിലൂടെ നിലനിൽക്കുന്നുണ്ടെന്ന് നാലാള് പറഞ്ഞു നടക്കട്ടോ. എന്താ? അത് നല്ലതാ. പക്ഷേങ്കി പീലിപ്പോസ് അച്ചായന് നേരെയാക്കി പേരെടുക്കാൻ ഇച്ചിരി പാടാ. ഇടോ, ആ മതിപ്രമുള്ള ആളിനെ വിളിക്കടോ. ഇങ്ങനാണോ ചികിത്സിക്കാൻ വന്നേ? ആ. അപ്പൊ മുതലാളിക്കല്ലയോ കുഴപ്പം? ഇങ്ങോട്ട് നീങ്ങേക്ക്. അല്ല വൈദ്യരെ, ആള് മാറി. എന്നതാടാ മാത്യൂസേ? വൈദ്യരെ, ഈ വരുന്ന ആളാ രോഗി, സൂക്ഷിക്കണം. എന്തുവാടോ ഇയാളിങ്ങനെ നോക്കുന്നേ? എന്നതാ കാര്യം? താനിങ്ങോട്ട് മാറി നിൽക്ക്. അച്ചായൻ ഇങ്ങോട്ട് മാറി നിന്നേ. എടോ, തന്നോടാ പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ആ കണ്ണൊന്ന് കാണിച്ചേ. എന്നാത്തിനാ? കുത്തിപ്പൊട്ടിച്ചെന്റെ സ്വത്തം കൊണ്ട് പോകാനാന്നോ? അല്ല, കണ്ണിലെ ഇരുട്ട് മാറ്റി വെളിച്ചം പകരം. അതിന് ലൈറ്റ് ഇട്ടാ പോരെടാ മണ്ട. കണ്ടല്ലോ, ഇതൊക്കെയാ കുഴപ്പം. ഇനി എപ്പോഴാ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എറിയുവാന്ന് നോക്കിയേച്ചാ മതി. ഇതൊക്കെ സാധാരണയാ. ഇനി ചികിത്സ തുടങ്ങാൻ നേരം എന്തൊക്കെ കാണേണ്ടതാ? വെട്ടുകത്തി കൊണ്ടുള്ള ചികിത്സ മതിയോ? അതാവുമ്പോ എളുപ്പമാ. ആണോ? എന്നാൽ ആ നാക്കൊന്ന് നീട്ടിക്കേ. പിഴുതെടുക്കാനാന്നോ? അല്ല, അനാവശ്യ വാക്കുകളുടെ ഒഴുക്കൊന്ന് തടയാൻ. കുറച്ചു മൂത്തുപോയി. എന്നാലും നസ്യം, സ്ഫുടം, ധാര എന്നിങ്ങനെ തുടങ്ങിയ ത്രിവിധ പ്രയോഗത്താൽ രോഗിയെ നേരെയാക്കാം. കാശ് ചെലവാക്കേണ്ടി വരും. ചില്ലി കാശ് ഇവിടുന്ന് തരത്തില്ല. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. കാശ് കൊടുത്ത് തന്നെ പോലുള്ള അലവലാദികളെ നിർത്തേണ്ട ഗതികേടൊന്നും ഈ ഫിലിപ്പോസിനില്ല. എന്നാത്തിനാടോ കാശ് ചോദിക്കുന്നവനെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് പിന്നെ അച്ചായ, ചേട്ടത്തി ഓരോന്ന് പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അച്ചായന്റെ ഗുണത്തിന് വേണ്ടി അല്ലയോ ഇതൊക്കെ ചെയ്യുന്നേ? കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗുണവും എനിക്ക് വേണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയടോ. വീട് കുത്തി തുറന്ന് മോട്ടിക്കാൻ പറ്റാത്തോണ്ട് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക. അതും ഫിലിപ്പോസിന്റെ അടുത്ത്. ശോഭ മരുത്. ചികിത്സ കഴിയുമ്പോ എല്ലാം നേരെയാവും. അതുവരെ പറയുന്നതനുസരിച്ചാ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇറങ്ങി പോടാ. വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തുന്നോ? താനേ കാശും വാങ്ങിയേച്ച് ഈ മാത്യൂസിനെ ചികിത്സിച്ചാ മതി. അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഇച്ചായന് തന്നെ ഭാവിച്ച ഇതാരാണെന്ന് അറിയാൻ മേലേ? വൈദ്യരാ, വൈദ്യര്. ഇവനെ നീ ഞാൻ- ഇച്ചായ. അച്ചായ, മാത്യൂസേ, പോയച്ച് പിന്നെ വാ. ഇത് ഞാൻ ഇളകി നിൽക്കുക. ഇതിപ്പോ ചെകുത്താനും കടലിനും ഇടയിലായല്ലോ കർത്താവേ. വൈദ്യരൊന്ന് പോ. ഇയാളെ ചങ്ങലക്കിട്ട് തളയ്ക്കണം. അല്ലാതെ മാർഗമില്ല. അതിനു പറ്റിയ ആളുകളുണ്ട്. അവരെയും കൊണ്ട് ഞാൻ വരാം. വൈദ്യരെ വാ. ഇച്ചായ. വേഗം വാ, ഇളകി നിൽക്കുക. എന്നെ ചങ്ങലക്കിടാനോ? എന്നതാടി എന്നമ്മ അയാൾ പറഞ്ഞത്? ഇച്ചായ, സൂക്കേട് മാറണ്ടായോ? അതിന് വൈദ്യരോട് സഹകരിച്ചില്ലെങ്കിൽ സഹകരിച്ചില്ലേൽ ചങ്ങലക്കിടുവെന്നാ പറഞ്ഞേ. അന്നാമേ, നീ എന്നെ ചങ്ങലക്കിടുവോടി? എന്റെ മാതാവേ, എന്നാത്തിനാ ഈ പരീക്ഷണം? പറയടി, നീ എന്നെ പട്ടിയെ പൂട്ടുന്ന ചങ്ങലയ്ക്ക് പൂട്ടാൻ പോവാന്നോ? ഇല്ലിച്ചായ, ഞാനതിന് സമ്മതിക്കത്തില്ല. എന്റെ ഇച്ചായന്റെ ദേഹത്തോടെ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളടി അന്നാമേ. ഞാൻ പോയി കുടിച്ചേച്ചും വരാം. ഉടുപ്പൊക്കെ മാറ്റണ്ടായോ? മാതാവേ, ഇത് എന്നെ കാത്തോളണേ. ഡിസ്ചാർജ് ആയോ? ആ, കാര്യമായിട്ടൊന്നും പാക്ക് ചെയ്യാനില്ലല്ലോ, നമുക്ക് പോവാം. പാർവതി, എന്താ?
എങ്ങോട്ട് പോവാന്നാ പറഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പോകാന്നേ പറഞ്ഞുള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നീ പറ, എവിടേക്കാ പോണ്ടേ? എനിക്ക് പോകാനൊരിടമില്ല. കൊള്ളാം, നല്ല തമാശ. നീരേറ്റ തറവാടും അവിടുത്തെ അംഗങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അനിയന്റെ കുഞ്ഞിനെ പെറ്റു വളർത്തിയ സ്ത്രീ പറയുന്നു പോകാനൊരിടമില്ലാന്ന്. അപ്പോ ഞാനും എന്റെ അച്ഛനും ആ തറവാടും നിനക്കൊന്നുമല്ലേ സോഫി? കരഞ്ഞോളൂ, കരയണ്ടെന്ന് ഞാൻ പറയില്ല. സോഫി കരുതും പോലെ ഞങ്ങൾ ആരും സോഫിയുടെ ശത്രുക്കളല്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. സോഫി അന്നയെ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീരേറ്റ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അംഗമായിട്ടല്ലാതെ ആരും ഇതുവരെ സോഫിയെ കണ്ടിട്ടില്ല. ഞാൻ കൃഷ്ണമാമനോട് തെറ്റ് ചെയ്തവളാ. അതിപ്പോ ആരാ തെറ്റുകൾ ചെയ്യാത്തെ? ഞാൻ ചെയ്തില്ല എന്റെ അച്ഛനോട് തെറ്റ്. വയസ്സ് കാലത്ത് അച്ഛനെ നോക്കാതെ സ്വന്തം സുഖം തേടി അമേരിക്കയിലേക്ക് പോയില്ലേ ഞാൻ? അതിന്റെ ശിക്ഷ ദൈവം എനിക്ക് തരികയും ചെയ്തു. പ്രായമായില്ലേ സോഫി നമുക്കൊക്കെ. എന്നാലും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം മക്കളോട് വാശി കാട്ടാൻ എപ്പോഴും താല്പര്യം. നിന്റെ കാര്യമല്ല, എന്റെ കാര്യം തന്നെയാ. നീരേറ്റ തറവാട് നിന്റെയും കൂടിയാ. അങ്ങോട്ട് വരാൻ എന്റെ ക്ഷണത്തിന്റെ ആവശ്യം പോലില്ല നിനക്ക്. അച്ഛൻ കൊച്ചു ത്രേസമ്മച്ചിയുടെ കൂടെ ആശുപത്രി തന്നെ നിൽക്കുക. അർജുനേട്ടനും വീട്ടിലില്ല. അല്ലെങ്കിൽ അച്ഛനോ ഏട്ടനോ തന്നെ വന്ന് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയേനെ. സോഫി, എന്റെ കൂടപ്പിറപ്പായ അനന്തന്റെ ഭാര്യ തന്നെയാ ഞങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും നീ. ദേ, ഇനി ഈ കരച്ചിൽ വേണ്ട. അതിന്റെ സമയം കഴിഞ്ഞു. എഴുന്നേക്ക്, നമുക്ക് നീരേറ്റിലേക്ക് പോവാം. പാർവതി, ഞാൻ സോഫി, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എനിക്കറിയാം അനന്തനെ നീ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യം വന്ന് വേണമെങ്കിൽ ഡൈവേഴ്സിനെ പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ട്. എന്നാ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാ ആ സ്നേഹത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്കും മരിച്ചു കളയാൻ തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ഭാഗ്യവതികളെ സോഫി. വിധവകളായി പോയെങ്കിലും 3 ജന്മങ്ങൾ കൊണ്ട് കിട്ടാത്ത സ്നേഹവും നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് തന്നത്. ജീവിതത്തെ വെറുക്കാതിരിക്കാൻ നമുക്കത് പോരെ സോഫി? നമുക്ക് ജീവിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നന്മ ചെയ്യണം. മരണം വരെ നല്ല ഓർമ്മകളുമായി നമുക്ക് ജീവിച്ച് തന്നെ തീർക്കണം. ഇന്നു മുതൽ നീരേറ്റ തറവാടിന്റെ മുഴുവൻ അവകാശവും സോഫിക്ക. ഞാൻ ഈ ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് വരാം.